നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് NH66-ന്റെ പൊന്നാനി മുതൽ ചാവക്കാട് വരെയുള്ള വർക്ക് കഴിഞ്ഞിട്ടുള്ള ഒരുവിധമുള്ള വർക്കുകളൊക്കെ കഴിഞ്ഞിരിക്കണം. അപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ളതാണ്. അപ്പോൾ സർവീസ് റോഡിൽ നിന്ന് ഞാൻ പൊന്നാനി റോഡിലേക്ക് മെയിൻ ഹൈവേയിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പൊന്നാനി ഭാഗത്തു നിന്നാണ് ഇപ്പോൾ ഞാൻ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് എക്സിറ്റും എൻട്രിയും ഇതൊക്കെയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് ബോർഡുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഈ സർവീസ് റോഡിൽ നമുക്ക് 2 വേ ആയിട്ടാണ് വരുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം. പിന്നെ ഇതേപോലെ നമുക്ക് എൻട്രി ചെയ്യണ ഭാഗത്ത് മാത്രം കൂടെ കയറാൻ ശ്രമിക്കുക, ഇല്ലെങ്കിൽ ആക്സിഡൻറ്റ് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. പിന്നെ അതുപോലെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ ഇതിൽ കയറി കഴിഞ്ഞാൽ തന്നെ ഫസ്റ്റ് ലൈനിൽ പോവുക. 4 ലൈനാണ് അപ്പോൾ ഉണ്ടാവുക. അതിൽ നിന്ന് നമ്മൾ മെല്ലെ വണ്ടി വരുന്നില്ലെങ്കിൽ മാത്രം കയറുക, അല്ലെങ്കിൽ കുറച്ചും കൂടെ അവിടെ ഫ്രണ്ടിൽ പോയതിന് ശേഷം കയറുക. ഇല്ലാന്നുണ്ടെങ്കിൽ ബാക്കിൽ നിന്ന് വണ്ടികൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് ഇടിക്കാനൊക്കെ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. ഇപ്പോൾ ട്രാഫിക് റൂളിൽ വളരെ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഫൈനുകളും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓട്ടോറിക്ഷ, ബൈക്ക്, ട്രാക്ടർ അതുപോലുള്ള വണ്ടികളൊന്നും പാടില്ല എന്നാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ അടുത്ത് തന്നെ നിർത്തലാവാൻ സാധ്യതയുണ്ട്. അപ്പം മെയിൻ പാലത്തിൻ്റെ 2 പാലമായിട്ടാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഒന്ന് കുറച്ചപ്പുറത്തും അതുപോലെ ഇപ്പുറത്തേക്കുള്ള ഇതിൽ കൂടെ നമ്മൾ വർക്കുകൾ ഒക്കെ മുന്നായിട്ട് സ്റ്റാർട്ട് ചെയ്ത് കിടക്കുന്നുണ്ട്. എല്ലാ പണികളൊക്കെ കഴിഞ്ഞ് അടിപൊളിയായിട്ട് കിടക്കുന്നുണ്ട്. റോഡിൻ്റെ ഒരു ഇതുള്ള വർക്കൊക്കെ കഴിഞ്ഞു. അപ്പോൾ എന്തായാലും തുറന്ന് കാണാൻ ഞാൻ ഇതിൻ്റെ ഇടയിലുള്ള ഓരോ കാര്യങ്ങളായിട്ട് പറഞ്ഞു തരാം. ആദ്യമായിട്ട് പോകുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ റോഡ് കംപ്ലീറ്റ് സിഗ്നൽ ബോർഡും കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് പോകേണ്ടി വരും. കാരണം വെച്ചാൽ പല സ്ഥലങ്ങളിൽ നമ്മൾ എക്സിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പിന്നെ കുറേ ദൂരം പോയിട്ടൊക്കെയാണ് പിന്നെ അടുത്ത എക്സിറ്റ് വരിക. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും നമുക്ക് എക്സിറ്റ് ചെയ്ത് ഇറങ്ങേണ്ട സ്ഥലങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ബുദ്ധിമുട്ടാണ്. പിന്നെ 3 ലൈനാണ് വരിക. 3 ലൈനിൽ ഏറ്റവും ഇതിൽ നമുക്ക് സ്പീഡ് ട്രാക്കാണ്. അവിടെ ആംബുലൻസ് അങ്ങനെയുള്ള വണ്ടികൾക്ക് പോകാനുള്ള വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് മറ്റുള്ള വണ്ടികൾ നമ്മൾ എപ്പോഴും കൂടുതൽ ശ്രദ്ധിച്ച് പോകേണ്ടത് സെൻട്രൽ റോഡിലൂടെയാണ്. നമ്മൾ സെൻട്രൽ ലൈനിലാണ് നമ്മൾ പോകേണ്ടത്. സൈഡിൽ നല്ല നമുക്ക് എക്സിറ്റ് ചെയ്യാനും അതുപോലെ എൻട്രി ചെയ്യാനുമാണ് ഈ സൈഡ് ഇത് നമുക്ക് നല്ലത്. പിന്നെ നോർമലി പോവുകയാണെങ്കിൽ ഇതാണ് നല്ലത്. ചില വണ്ടിനെ ഓവർടേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും റൈറ്റ് കയറിയിട്ട് നമുക്ക് സ്പീഡ് ട്രാക്കിൽ കയറിയിട്ട് വീണ്ടും നമ്മൾ സാധാ സെൻറ്ററിൽ തന്നെ വരിക. അപ്പം അങ്ങനെ ശ്രദ്ധിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് അപകടങ്ങൾ കുറക്കാൻ കുറേ സാധ്യത ഉണ്ട്. കാരണം വെച്ചാൽ പുതിയതായി വന്ന റോഡുകൾ നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്ത പല ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വല്ല വണ്ടികളൊക്കെ പെട്ടെന്ന് വന്ന് കയറി ഇതൊക്കെ റൂൾസ് ശ്രദ്ധിക്കാതൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അപകടം കൂടാൻ സാധ്യത കൂടുതലാണ്. പിന്നെ അത്യാവശ്യം ഇപ്പോൾ സ്പീഡ് ലിമിറ്റൊക്കെ 80, 60 അങ്ങനെ പല സ്പീഡ് ലിമിറ്റ് പല സ്ഥലങ്ങളിലുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് വേണം യാത്ര ചെയ്യാൻ. നമ്മൾ ഈ റോഡിൽ നല്ല പൂശി പോകും. അപ്പോൾ അത്രയും സ്പീഡിൽ പോകുന്ന സമയങ്ങളിൽ നമ്മളെ പെട്ടെന്നൊക്കെ വല്ല വണ്ടികളൊക്കെ ഓട്ടയ്ക്ക് കയറി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമ്മൾ വിചാരിക്കും അകലല്ലേ, ഒരു ദൂരം കാണുമ്പോൾ വിചാരിക്കും അകലല്ലേ എന്ന്. പക്ഷേ അത്രയും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഓടിക്കുന്ന ആൾക്ക് അത്രയും സ്പീഡും കാര്യങ്ങളൊന്നും തോന്നിയെന്ന് വരില്ല. പക്ഷേ നമുക്ക് ഭയങ്കര വണ്ടി സ്പീഡ് തന്നെ ആയിരിക്കും. അവിടെ വന്ന് പെട്ടെന്ന് ആക്സിഡൻ്റ് ആവാനൊക്കെ സാധ്യത കൂടുതലാണ്. പിന്നെ ഇപ്പോഴും റോഡ് ക്രോസ് ചെയ്യണ ആൾക്കാരുണ്ട്. ഈ മതിലൊക്കെ ചാടിയിട്ടും ഒക്കെ റോഡ് ക്രോസ് ചെയ്യണവരുണ്ട്. അപ്പോൾ അവരൊന്നും നമ്മൾ പെട്ടെന്ന് കാണില്ല. പെട്ടെന്ന് ഇങ്ങനെ അവർ ചാടണതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ പലപ്പോഴും ഞാനിപ്പോൾ അവിടുന്ന് ഇങ്ങനെ ഈ ഇതിൽ ഹൈവേയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയണത്. അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിക്കുക. പിന്നെ ഈ യെല്ലോ ലൈനൊക്കെ ഇങ്ങനെ ഇട്ട സ്ഥലങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻട്രി എക്സിറ്റൊക്കെ ഉള്ളിടത്താണ് ഇതേപോലത്തെ ലൈനും. പിന്നെ അതുപോലെ ഈ ലൈനിൽ നമുക്ക് എക്സിറ്റ് ചെയ്യണോടത്താണെങ്കിൽ എക്സിറ്റ് ചെയ്യാനുള്ള ലൈന് കാണിക്കും. അതുപോലെ ബോർഡ്, സിഗ്നൽ ബോർഡ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നല്ല ഒരു യാത്ര ഉണ്ടാവട്ടെ. പിന്നെ ഞാൻ ഇനി അടുത്ത കാര്യങ്ങളൊക്കെ ഞാൻ തുടർച്ചയായിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ചാവക്കാട് വരെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ചാവക്കാട് എത്തുമ്പോഴായിട്ട് മുന്നേ നമുക്ക് എക്സിറ്റ് ചെയ്ത് പുറത്ത് ഇറങ്ങിയിട്ട് പിന്നെ സർവീസ് റോഡ് വഴിയൊക്കെ പോകേണ്ടി വരും. അപ്പോൾ അതുവരെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം, എങ്ങനെയുണ്ട് ഏതാന്നൊക്കെ. പിന്നെ ഇനിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ കാണാം.
നല്ലൊരു യാത്ര എപ്പോഴും അടുക്കം കൂട്ടും നിനക്കുമായി. താഴേക്കിടുന്ന താടിമുട്ടുകൾ, കുറുകിടുന്ന മുടിവിളക്കുകൾ ആരാധകർക്കായി. മധുരം നിറയുന്ന ഒരു യാത്ര. വിളക്കുകൾ ആരാധകർക്കായി. മധുരം നിറയുന്ന ഒരു യാത്ര. എത്ര സുന്ദരമായ റോഡും കേരളത്തിൻ അഭിമാനിക്കാം. സുഖയാത്ര എത്ര മനോഹരം, കേരളം അതിസുന്ദരം.
എത്ര തവണ യാത്ര ചെയ്താലും മതി വരില്ല അങ്ങു നീണ്ടുകിടക്കുന്ന മനോഹരമായി സുന്ദരമായ നാട്, സുന്ദരമായ എത്ര സുന്ദരമായ നോരം, കേരളത്തിൻ അഭിമാനിക്കാം. സുഖയാത്ര എത്ര മനോഹരം, കേരളം അതിസുന്ദരം. എത്ര തവണ യാത്ര ചെയ്താലും മതി വരില്ല അങ്ങു നീണ്ടുകിടക്കുന്ന മനോഹരമായി സുന്ദരമായ നാട്, സുന്ദരമായ റോഡ്. ചാവക്കാട് കടമണിയോരെ പൊന്നാനിയിലേക്കൊരു പേരെ പാതയിലൂടെ ഞാനും നീയും സഞ്ചരിക്കാം സ്വപ്നപാതകളിൽ. മുത്തശ്ശിയുടെ കഥകളുമായി കെട്ടിട്ട റോഡുകൾ അറിയാം. ഈ ഭംഗിയിൽ മഷിയാരമില്ല, കൗപവൃക്ഷ സമൃദ്ധിയാകുന്നിടം. കാറ്റിലൂടെ പറക്കുന്നവരെ അഭിമാനമായി കേരളതരം. ഈ ഭംഗിയിൽ മഷിയാരമില്ല, കൗപവൃക്ഷ സമൃദ്ധിയാകുന്നിടം. കാറ്റിലൂടെ പറക്കുന്നവരെ അഭിമാനമായി കേരളതരം. എല്ലാതിനും ഉപരി വരികൾക്കൊരു ശ്വാസമൊരു സമ്മാനം. നടക്കുമ്പോൾ മനസ്സില്ലാതെ രാഷ്ട്രീയത്തെ മറന്നു പോകാം. പാതകൾ തമ്മിൽ ബന്ധം കൂടുമ്പോൾ മണ്ണിന്റെ കഥ പറയും ഗാനങ്ങളാ. ഈ അയൽപാതയുടെ ഓരങ്ങൾ, പുഴകൾ കടന്നു കടലാളങ്ങൾ. ഭാവിയിൽ വരും പുതുയാത്രകൾ സേവിക്കുന്നതും ഇന്ന് പണി കണ്ട ഞങ്ങൾ. കാറ്റിലൂടെ പറക്കുന്നവരെ അഭിമാനമായി കേരളതരം. എല്ലാതിനും ഉപരി വരികൾക്കൊരു ശ്വാസമൊരു സമ്മാനം.
നമുക്ക് ചാവക്കാട് എത്തുമ്പോൾ ഇതുപോലെ വലിയൊരു ബോർഡ് ഇരിക്കുന്ന കാണാം. അപ്പോൾ ആ ബോർഡ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് ഫസ്റ്റ് തന്നെ എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുന്ന് നമുക്ക് ചാവക്കാട് സെൻട്രലിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ അത് പലരും ശ്രദ്ധിക്കാതെ നേരെ പോകാൻ ഇപ്പോൾ വിചാരിച്ചാൽ നടക്കില്ല. കാരണം വെച്ചാൽ അവിടെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്, അവിടെ വർക്കുകൾ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റേതായ കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മേലെ കൂടെ അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റിലേക്ക് ഇറങ്ങി അതുപോലെ സർവീസ് റോഡിൽ നിന്ന് വണ്ടികൾ വരുന്നുണ്ടാവും, അതൊക്കെ നോക്കിയിട്ട് പുറത്തിറങ്ങുക. എന്നിട്ട് ഇവിടുന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോയി വീണ്ടും ലെഫ്റ്റ് തിരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചാവക്കാട് സെൻട്രലിലേക്ക് എത്താം. പിന്നെ അതുപോലെ തന്നെ ഇവിടുന്ന് കുറച്ച് ചില സമയങ്ങളിൽ നല്ല ബ്ലോക്ക് ഉണ്ടാവുന്നുണ്ട്. അപ്പുറത്തെ സൈഡിൽ നിന്നുള്ള വഴികളും ആ പാലത്തിൻ്റെ അടിയിൽ നിന്ന് വരുന്ന വണ്ടികളും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ബ്ലോക്കുകളും കാര്യങ്ങളൊക്കെ ഇവിടെ വരാറുണ്ട്. അപ്പോൾ ആ ബ്ലോക്കുകളൊക്കെ നമുക്ക് തരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള സമയങ്ങളും ഇതൊക്കെ വന്നാൽ രാത്രിയൊക്കെ ആകുമ്പോൾ നല്ല ബ്ലോക്ക് വരുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകൾ. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് കുറച്ചും കൂടി ദൂരം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ബീച്ചിലേക്ക് പോകാനുള്ള റോഡും അതുപോലെ അവിടുന്ന് അങ്ങോട്ടുള്ള ഇതൊക്കെയാണ് വരുന്നത്, ഹൈവേക്ക് കയറാൻ. പിന്നെ ഇതിൽ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് കുറേ വർക്കുകൾ കഴിയാൻ പെൻഡിങ് ആയിട്ട് കിടക്കുന്നുണ്ട്. എന്തായാലും ആ വീഡിയോകളൊക്കെ നമ്മൾ അടുത്ത ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ട് കാണിച്ചു തരാം. പിന്നെ ഇവിടുന്ന് നമുക്ക് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൈറ്റ് തിരിഞ്ഞ് കഴിഞ്ഞാൽ ബീച്ചിലേക്ക് പോകാം, അല്ലെങ്കിൽ ഹൈവേക്ക് തന്നെ തിരിച്ച് കയറണം എന്നുണ്ടെങ്കിൽ ഹൈവേക്ക് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും റൈറ്റ് തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഹൈവേയിലേക്ക് എത്താം. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞാൻ ഇനിയും വരാം. നിങ്ങളുടെ സ്വന്തം റാഷിദ് ഫർദാൻ. ബൈ.